പിന്നെ ജോഡി എന്ന് എഴുതുമ്പോഴോ, ജോഡി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്. പലയിടത്തും ഈ സാ തിരിച്ചിട്ടിട്ടുള്ള ഡ കാണുന്നു, അത് തെറ്റ്. ജോഡി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ മതിയാകും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പദശുദ്ധിയെ കുറിച്ചാണ്. രസകരമായി പഠിക്കാവുന്ന അധ്യായമാണ്. ഇത് പഠിക്കുന്നതിന് മുൻപ് പല കൺഫ്യൂഷനുകളും നമുക്കുണ്ടാകും. ഇത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അധ്യായമാണ് പദശുദ്ധി. ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത വാക്കുകളെ മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൻപ് ചോദിച്ചിട്ടുള്ള പരീക്ഷകളിലെ വാക്കുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷനുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പദശുദ്ധി ഭാഗം 1. ചില വാക്കുകൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാകട്ടെ, അങ്ങനെയുള്ള ചില വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങനെ എന്നുള്ള പ്രയോഗം തെറ്റാണ്. അങ്ങനെ എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ചിലപ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ എന്ന് പ്രയോഗിക്കാറുണ്ട് അല്ലേ, അത് പാടില്ല. അങ്ങനെ എന്നതാണ് ശരി. അതുപോലെ അടിമത്വം എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. അടിമത്തം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതിന്റെ കാരണം എന്താണ്? ത്വം എന്ന ശബ്ദം ചേർക്കുന്നത് സംസ്കൃത പദങ്ങളുടെ ഒടുവിലാണ്. ഉത്തരവാദിത്വം തുടങ്ങിയ വാക്കുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഏതായാലും അടിമ എന്നുള്ളത് തനത് മലയാള പദമാണ്. അപ്പൊ അതിന്റെ ഒടുവിൽ എന്ത് ചേർന്നാൽ മതി? അടിമത്തം എന്ന് ചേർന്നാൽ മതിയാകും. അതുപോലെ അതാത് എന്നൊരു വാക്കില്ല. മലയാളികൾ പൊതുവെ ദീർഘപ്രിയരാണ് എന്ന് പറയാറുണ്ട്. സത്യാഗ്രഹം, വായനാദിനം അങ്ങനെയൊക്കെ നീട്ടി പറയാൻ താല്പര്യമുള്ളവരാണ് മലയാളികൾ. പക്ഷെ അവിടങ്ങളിൽ ഒന്നും തന്നെ ദീർഘം ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് അതത് എന്ന വാക്ക്. അതത് എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? അത് അധികം അത് എന്നതാണ് അതത് എന്ന വാക്കാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ദീർഘം വരില്ല എന്നുള്ളതാണ്. അത് ആദ്യം എഴുതിയ അത് എന്ന വാക്കിന്റെ ഒടുവിലുള്ള ചന്ദ്രകല അഥവാ സമൃദ്ധോകാര ചിഹ്നം ലോപിച്ചു പോകുന്നത് കൊണ്ട് അത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അല്ലാതെ തായ്ക്ക് ശേഷം ദീർഘം വരുന്നില്ല എന്ന കാര്യം ഓർക്കുക. അതുപോലെ അടുത്ത വാക്ക് അധപ്പതനമാണ്. അധപ്പതനം, അധസ് അധികം പതനമാണ് അധപ്പതനമാകുന്നത്. ആ നടുക്ക് കാണുന്ന ഈ ചിഹ്നത്തെ ഇതിനെന്താ വിളിക്കുന്നേ? വിസർഗ ചിഹ്നം എന്നാണ് വിളിക്കുന്നത്. സംസ്കൃത പദങ്ങൾ വിസർഗസന്ധിയായിട്ട് വരുന്ന സംസ്കൃത പദങ്ങളിൽ ആ ചിഹ്നം കാണാൻ സാധിക്കും. ദുഃഖം എന്ന വാക്ക് എഴുതുമ്പോൾ നടുക്ക് കാണുന്നതും ഇതേ വിസർഗ ചിഹ്നമാണ്. ഈ അധപ്പതനം എന്ന വാക്ക് മറ്റൊരു തരത്തിലും എഴുതാം. അതെങ്ങനെയാണ്? പകാരത്തെ ഇരട്ടിപ്പിച്ചാൽ മതിയാകും. ഇങ്ങനെ എഴുതിയാൽ അത് അധപ്പതനം, ശരിയായ വാക്കാണ്. പക്ഷെ കൂടുതൽ ശരി ഏത് എന്ന് ചോദിച്ചാൽ അത് വിസർഗ ചിഹ്നം ഇട്ടെഴുതുന്ന വാക്കാണ് ശരിയായ പ്രയോഗം. ഇത് തെറ്റല്ല, അതിനേക്കാൾ ശരി ഇതാണ് എന്ന് മാത്രം. അതുപോലെ അധ്യാപകൻ എന്ന വാക്ക് ശ്രദ്ധിക്കുക. അധ്യാപകൻ എന്ന് ഒരു കാലം വരെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് അല്ലെ. ഇതിട്ടുകൊണ്ടാണ് അധ്യായം, അധ്യാപകൻ തുടങ്ങിയ വാക്കുകൾ എഴുതുമ്പോൾ ഈ രണ്ട് ധകാരത്തെ ചേർത്താണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിന്റെ ആവശ്യം ഇനി മുതലില്ല. ഏത് മതിയാകും? ഇത് മതിയാകും. എന്താണ് കാരണം? ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന വാക്കാണ്. ഹിന്ദിയിൽ അധ്യാപക് എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ഈ ധായും ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലെ. അധ്യാപക് എന്നിങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ അവിടെ ഏതൊക്കെ ധായ ഉപയോഗിച്ചിട്ടുള്ളത്? ഇത് ഏത് ധായാണ്? ഈ ധകാരമാണ് മലയാളത്തിൽ. ഇത് യാ എന്ന ശബ്ദവുമാണ്. യാ എന്ന ശബ്ദം ഈ ചിഹ്നമായിട്ടായിരിക്കുമല്ലോ വാക്കുകളുടെ നടുവിൽ വരിക. അപ്പൊ അധ്യാപകൻ എന്ന് എഴുതുമ്പോ ഏതൊക്കെ ചേർന്നാൽ മതി? ഏതൊക്കെ ചേർന്നാൽ മതി? ഈ ധായും അതുപോലെ യാ എന്ന ശബ്ദവും ചേർന്നാൽ മതി. അപ്പോ അധ്യാപകൻ എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കിട്ടിയല്ലോ. അതുപോലെ അനന്തിരവൻ എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. അമ്മാവനും അനന്തരവനുമാണ് ശരിയായ പ്രയോഗം. അനന്തരവൻ ആണ്, അനന്തിരവൻ അല്ല. അതുപോലെ അനുഗ്രഹം നേടിയവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് എന്താണ്? അനുഗ്രഹീതനാണ് കേട്ടോ, അനുഗ്രഹീതൻ അല്ല. അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാ എഴുതുന്നേ? അനുഗ്രഹം എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. പക്ഷെ അനുഗ്രഹം നേടിയവൻ
അനുഗ്രഹീതനല്ല, പിന്നെയോ അനുഗൃഹീതനാണ്. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ആകാനുള്ള കാരണം ആ പേരിൽ ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, അനുഗ്രഹീതൻ ആന്റണി എന്നാണ് ആ സിനിമയുടെ പേര്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അനുഗ്രഹീതൻ എന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് തെറ്റാണ്. അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പക്ഷെ ഗൃഹീതൻ, അനുഗ്രഹം നേടിയവൻ എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. ഈ ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. പ്രവൃത്തി എന്ന് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരിക, പ്രവൃത്തി ഇങ്ങനെയായിരിക്കും വരിക. അതേസമയം പ്രവർത്തി എന്ന് എഴുതുമ്പോഴോ പ്രവർത്തിക്കുക എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയായിട്ട് അതിന് രൂപമാറ്റം സംഭവിക്കും. വഴിയേ വരുന്നുണ്ട് അങ്ങനെയുള്ള വാക്കുകൾ. നിവൃത്തി എന്ന് എഴുതുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുക, പക്ഷെ നിവർത്തിക്കുക എന്നാണ് പറയുന്നത്. നൃത്തം, നർത്തകൻ, ഇത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ വഴിയെ വരുന്നുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ളതുമാണ്. അടുത്ത വാക്കിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മലയാളികൾ ദീർഘപ്രിയരാണ് എന്ന് പറഞ്ഞു അല്ലെ. എന്ത് പറയുമ്പോഴും ഇത്തിരി നീട്ടി പറയാനാണ് മലയാളിക്ക് താല്പര്യം. അതുകൊണ്ടാണ് അപേക്ഷാത്തീയതി, അപേക്ഷാത്തീയതി എന്ന് പറയുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപേക്ഷത്തീയതി അതാണ് ശരിയായ പ്രയോഗം. വായനാദിനം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വായനാദിനം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഐതിഹ്യം അല്ലെ, വേറൊരു വാക്കാണ് ഐതിഹ്യം. ശരിയായ പ്രയോഗമാണോ? അല്ല, ഐതിഹ്യമാണ് ശരിയായ പ്രയോഗം. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ കൃതിയുടെ പേരെന്താണ്? ഐതിഹ്യമാല എന്നാണ്. അവിടെയും നമ്മൾ ദീർഘിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൊതുവിലുള്ള സ്വഭാവം കൊണ്ടാണ്. തായ്ക്ക് ശേഷമുള്ള വള്ളിക്ക് എന്തില്ല? ദീർഘം ഇല്ല. കിട്ടിയല്ലോ. അതുപോലെ അടുത്ത വാക്കിലേക്ക് കടക്കാം. അല്ല അധികം എങ്കിൽ എന്ന് പറയുമ്പോ അത് ചേർത്ത് എഴുതേണ്ടത് അല്ലെങ്കിൽ എന്നല്ല, പിന്നെയോ അല്ലെങ്കിൽ എന്നാണ്. അല്ല അധികം എങ്കിൽ അല്ലെങ്കിൽ എന്ന് വരുന്നു. അതുപോലെ പതുക്കെയും ശ്രദ്ധയോടുകൂടിയും ചെയ്യേണ്ടതായ പ്രവൃത്തിയെ അവധാനപൂർവം ചെയ്യുക എന്നാണ് പറയുന്നത്. പതുക്കെ ചെയ്യുന്നു, അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. അവധാനത എന്നൊരു പ്രയോഗം മലയാളത്തിലില്ല. ദൈന്യത എന്നൊരു പ്രയോഗം മലയാളത്തിൽ ഇല്ലാത്തതുപോലെ ദൈന്യം അല്ലെ, ദീനന്റെ ഭാവമാണ് എന്ത്? ദൈന്യം. അതുപോലെ പതുക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്ത് പറയുന്നത്? അവധാനം എന്ന് പറയുന്നത്. അവധാനത എന്നൊരു വാക്ക് ഇല്ല. അടുത്തത് അസ്ഥികൂടം എന്ന് പറയുമ്പോൾ, അസ്ഥികൂടം എന്ന് എഴുതുമ്പോഴും അസ്ഥിമാടം എന്ന് എഴുതുമ്പോഴും എല്ലുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ സായും തായും അധികരവർണമായ തായുമാണ് വേണ്ടത്, അല്ലാതെ എന്തല്ല, തായല്ല വേണ്ടത്. ഇതാണ് ശരിയായ പ്രയോഗം. കിട്ടിയല്ലോ. അതുപോലെ സന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയം എന്നാണ്. അസന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ സന്ദിഗ്ധമാണ് ശരി, സന്നിഗ്ധമല്ല. കണ്ടോ, സന്ദിഗ്ധം എന്ന് എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നന്ദി എന്ന് എഴുതുന്നത് പോലെ നായും ദായുമാണ് ചേരുന്നത്. അതുപോലെ അധ്യായം, അധ്യാപകൻ എന്നൊക്കെ എഴുതുന്നത് പോലെ നാ തിരിച്ചിട്ടുള്ള ധ മാത്രം പോരാ. യുദ്ധം എന്നൊക്കെ എഴുതുമ്പോൾ കാണുന്നത് പോലെ ധായും ധായുമാണ് അവിടെ ചേരേണ്ടത്. കിട്ടിയല്ലോ. അടുത്തത് അസ്ഥിവാരം. അസ്ഥിവാരം എന്ന് പറയുമ്പോൾ ആ വാക്കിന് എല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ചട്ടക്കൂട് എന്നാണ് അസ്ഥിവാരം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ എന്ത് മതി? ഖരവർണമായ തകാരം ചേർന്നാൽ മതിയാകും. അടുത്ത വാക്ക് നോക്കൂ. ആണത്വം എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. ആണത്തം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതിന്റെ കാരണം എന്താണ്? തനത് മലയാള പദമാണ്. നേരത്തെ അടിമ എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെ, തനത് മലയാള പദങ്ങളുടെ ഒടുവിൽ ത്വം എന്ന ശബ്ദമല്ല ചേരേണ്ടത്, തം എന്ന ശബ്ദമാണ് ചേരേണ്ടത് എന്ന് പറഞ്ഞു. ആണ് എന്നുള്ളത് തനത് മലയാള പദമാണ്, പെണ്ണ് എന്നുള്ളതും തനത് മലയാള പദമാണ്. അതുകൊണ്ട് ആണത്വം അല്ല ശരി, ആണത്തം ആണ് കൃത്യമായ പ്രയോഗം. അടുത്ത വാക്കിലേക്ക് കടക്കാം. ആദ്യാവസാനം എന്നല്ല. ആ വാക്ക് എങ്ങനെയൊക്കെയാണ്? ആദ്യവും അവസാനവുമാണ് അല്ലെ. ആദ്യവും അവസാനവും. ആദ്യം എന്ന് പറയുമ്പോൾ ആയ്ക്ക് ദീർഘമുണ്ട്, പക്ഷെ അവസാനം എന്ന് പറയുമ്പോൾ ആയ്ക്ക് ദീർഘമില്ല. അപ്പൊ അത് ചേർത്തെഴുതുമ്പോ എന്ത് വന്നാൽ മതി? ആദ്യവസാനം എന്ന് മതി. ആദ്യാവസാനം എന്ന് പ്രയോഗിക്കേണ്ടതില്ല. കിട്ടിയോ?
അതുപോലെ അടുത്ത വാക്ക് മോഡേണൈസേഷന്റെ മലയാളമാണ് ആധുനീകരിക്കുക, ആധുനികവൽക്കരിക്കുക തുടങ്ങിയ തെറ്റായ പ്രയോഗങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കും. നമ്മൾ പക്ഷേ അത് തെറ്റിക്കരുത്. മോഡേണൈസേഷന്റെ മലയാളം എന്താണ്? ആധുനീകരിക്കുക, ക്ഷമിക്കണം, ആധുനികീകരിക്കുക എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അവിടെ രണ്ട് കകാരം അടുത്തടുത്ത് വരുന്നുണ്ട്. ആധുനികീകരിക്കുക, അതാണ് മോഡേണൈസേഷന്റെ മലയാളം. കിട്ടിയല്ലോ. അടുത്ത വാക്കിലേക്ക് കടക്കാം. ആവർത്തി. ആവർത്തി എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. ആവൃത്തിയാണ് ശരിയായ പ്രയോഗം. പക്ഷെ ഇതിനൊരു മാറ്റം വരും. എവിടെയാ? ആവർത്തിക്കുക. ക്രിയാരൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞാൽ നാമമാണ്, ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിയയാണ്. അപ്പൊ നാമത്തിൽ നിന്ന് ക്രിയ, അല്ലെ, ക്രിയാരൂപത്തിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്ന മാറ്റം ശ്രദ്ധേയമാണ്. നേരത്തെ നിവൃത്തി നിവർത്തിക്കുക പറഞ്ഞു, പ്രവൃത്തി പ്രവർത്തിക്കുക പറഞ്ഞു. അതേ മാതൃകയിൽ വരുന്നതാണ് ആവൃത്തി ആവർത്തിക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ എഴുതരുത് കേട്ടോ. ആവർത്തിക്കുക, അത് എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അടുത്ത വാക്ക് ആസ്വാദ്യകരം, ആസ്വാദ്യം. ഏതാ ശരി? ആസ്വദിക്കാൻ കഴിയുന്നത്, അതിനെ എന്താ വിളിക്കുന്നേ? ആസ്വാദ്യം എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ എന്തിന്റെ ആവശ്യമില്ല? കരം എന്ന വാക്കിന്റെ ആവശ്യമില്ല. കരം എന്ന് പറഞ്ഞാൽ കാരണമാകുന്നത്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭയത്തിന് കാരണമാകുന്നത് എന്നാണ്. ആസ്വാദ്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആസ്വാദനത്തെ ജനിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ അത് ആസ്വാദനത്തിന് കാരണമായതാണ്. അതിന്റെ ഒറ്റ പദമാണ് എന്ത്? ആസ്വാദ്യം എന്നുള്ളത്. അവിടെ എന്തിന്റെ ആവശ്യമില്ല? കരം എന്ന വാക്ക് വീണ്ടും, അല്ലെ, എടുത്ത് ചേർക്കേണ്ട ആവശ്യം ഇല്ല. കാര്യം മനസ്സിലായല്ലോ. അടുത്ത വാക്ക് നോക്കാം. ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പ് എന്ന് പറയുമ്പോ പകാരം ഇരട്ടിക്കണം. ചുമ്മാ അതൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആഴ്ചപ്പതിപ്പ് എന്നാ നമ്മൾ പറയുന്നത്, അല്ലെ, അല്ലാതെ ആഴ്ച പതിപ്പ് എന്നല്ലല്ലോ. ആഴ്ചപ്പതിപ്പ്. അവിടെ എന്ത് വേണം? പകാരം ഇരട്ടിക്കണം. ഇരട്ടിച്ച രണ്ട് പകാരങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കും. വാരാന്ത്യ പതിപ്പാണോ വാരാന്ത പതിപ്പാണോ? വഴിയെ വരുന്നുണ്ട്, എന്നാലും ആഴ്ചപ്പതിപ്പ് വന്നതുകൊണ്ട് ഞാൻ അതും കൂടെ സൂചിപ്പിക്കാം. വാരാന്ത്യമല്ല കേട്ടോ, വാരാന്ത പതിപ്പ്, അതാണ് ശരിയായ പ്രയോഗം. വാരാന്ത പതിപ്പ്. വാരാന്ത്യം എന്നില്ല, ദാ ഇങ്ങനെ ചേർക്കേണ്ടതില്ല, ഇത് തെറ്റാണ്. വാരാന്തം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. വഴിയെ വരുന്നുണ്ട്, സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ അങ്ങിനെ തെറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ ഇങ്ങിനെ എന്ന വാക്കും തെറ്റാണ്. ഇങ്ങനെ എന്ന വാക്കാണ് ശരിയായ പ്രയോഗം. പിന്നെ ഉദ്ഘാടനം എന്ന വാക്ക് എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ടാമത്തെ അക്ഷരം മൃദുവായാൽ മതി. പിരിച്ചെഴുതുമ്പോഴാണ് ഇടതുവശത്ത് എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെ? പിരിച്ചെഴുതുമ്പോ എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? ഉത് അധികം ഘാടനം. ഇത് ചേർത്തെഴുതുമ്പോ എന്ത് സംഭവിക്കും? പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് നിയമത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കും. എന്താ? പൂർവപദത്തിന്റെ, അതായത് ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണം ചേർത്തെഴുത്തിൽ എന്തായിത്തീരും? മൃദുവായി തീരും. അങ്ങനെ ഒരു നിയമം നമ്മൾ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമത്തിൽ പഠിക്കുന്നുണ്ട്. അത് പഠിച്ചു കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി വ്യക്തമാകും. എന്തായാലും ഇപ്പൊ ഓർത്തു വെക്കുക, ഇനാഗുറേഷന്റെ മലയാളമായ ഉദ്ഘാടനം എന്നെഴുതുമ്പോ രണ്ടാമത്തെ അക്ഷരം തായല്ല, ദായാണ്. പല പോസ്റ്ററുകളിലും അതുപോലെ തന്നെ അറിയിപ്പുകളിലും ഒക്കെ തകാരമാണ് എഴുതി കാണുന്നത്. തെറ്റ്. മൃദുവായ ദ മതിയാകും. അങ്ങനെ, ഇങ്ങനെ, എങ്ങനെ മൂന്നിടത്തും ങായ്ക്ക് ശേഷം ഇകാരം അഥവാ വള്ളിയില്ല എന്ന കാര്യം ഓർത്തു വയ്ക്കുക. അടുത്ത വാക്ക് എതിരഭിപ്രായമില്ലാതെ അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏതാ? ഏകകണ്ഠേനയുമല്ല, ഏകകണ്ഠ്യേനയുമല്ല. പിന്നെയോ ഐക്യകണ്ഠേന എന്നും പ്രയോഗിച്ച് കേൾക്കാറുണ്ട്. അതും തെറ്റാണ് കേട്ടോ. ഐക്യകണ്ഠേന പലയിടത്തും അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഐക്യകണ്ഠേന ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അങ്ങനെ ഒരു വാക്കില്ലാത്തത് കൊണ്ട് കേട്ടോ. ഐക്യകണ്ഠേന ഇങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തില്? ഇല്ല. ഇതും തെറ്റായ പ്രയോഗമാണ്. ഈ വാക്ക്, അതായത് എതിരഭിപ്രായമില്ലാതെ ഒരേ സ്വരത്തിൽ തുടങ്ങിയ അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന രണ്ട് വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഐകകണ്ഠ്യേന അല്ലെങ്കിൽ ഏകകണ്ഠമായി, അതാണ് ശരിയായ പ്രയോഗം. പരീക്ഷയ്ക്ക് ഇത് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടും
ഈ ഒരു വാക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സെന്റൻസിന്റെ നടുക്ക് ഇങ്ങനെ ഒരു പ്രയോഗം തന്നിട്ടുണ്ടാകും. കമ്മിറ്റി അംഗങ്ങൾ ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണിത് എന്നൊരു വാക്യം തന്നിട്ട് ഇതിലെ തെറ്റ് കണ്ടെത്താൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകിൽ ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കാം, അല്ലെങ്കിലോ ഐകകണ്ഠ്യേന ഒരു തീരുമാനമെടുക്കാം. അതാണ് ശരിയായ പ്രയോഗം. അതുപോലെ തന്നെയാണ് ഐകമത്യം. ഐക്യമത്യം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. ഐകമത്യമാണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കിക്കേ, ഐച്ഛികം എന്ന വാക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ഐച്ഛികം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? ഇച്ഛയ്ക്കൊത്തത് അല്ലെങ്കിൽ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ളത് എന്നാണ്. ഈ ഇച്ഛ എന്ന വാക്ക് എങ്ങനെയാ എഴുതുന്നേ? ചായും ചായുമാണ് ചേരേണ്ടത്, അല്ലെ? അതില് ഖരവും അധികര വർണ്ണവുമാണ് ചേരേണ്ടത്. അപ്പൊ ഇച്ഛയ്ക്കൊത്തതാണ് ഐച്ഛികം. അപ്പോ ഐച്ഛികം എന്ന് എഴുതുമ്പോഴും എന്ത് തന്നെ സംഭവിക്കണം? ചായും ചായുമാണ് ചേരേണ്ടത്, ചായും ചായുമല്ല ചേരേണ്ടത്. കിട്ടിയല്ലോ. അടുത്ത വാക്കിലേക്ക് കടക്കാം. വാക്ക് ഇതാണ്, ഓരോന്ന് വീതം. അങ്ങനെ ഒരു പ്രയോഗവും മലയാളത്തിൽ ഇല്ല. ഒന്നുകിൽ ഒന്ന് വീതം, അല്ലെങ്കിലോ ഓരോന്ന്. ആ അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് പ്രയോഗിക്കേണ്ടത്. ഇതും ഈ പറയുന്നത് പോലെ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് അനവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ ഓരോ പുസ്തകങ്ങളും എന്ന് പറയരുത്. ഒന്നുകിൽ ഓരോ പുസ്തകവും, അല്ലെങ്കിലോ എല്ലാ പുസ്തകങ്ങളും. മനസ്സിലായല്ലോ? ഏകവചനം അഥവാ സിംഗുലർ ആണല്ലേ ഓരോ എന്ന് പറയുമ്പോ. അപ്പോ പുസ്തകം അല്ലെങ്കിൽ എന്തു വസ്തുവുമായിക്കൊള്ളട്ടെ അതിന്റെ കൂടെ ബഹുവചനം ചേർക്കരുത്. ഓരോ പുസ്തകവും, ഓരോ പേനയും, ഓരോ ചോദ്യവും. അതാണ് ശരിയായ പ്രയോഗം. ഇനി രണ്ടാമത് വരുന്ന വാക്ക് ബഹുവചനമാക്കണമെങ്കിൽ വിശേഷണത്തിൽ എന്ത് മാറ്റം വരുത്തണം? എല്ലാം എന്നൊരു മാറ്റം വരുത്തിയാൽ മതി. എല്ലാ പുസ്തകങ്ങളും, എല്ലാ പേനകളും, എല്ലാ ചോദ്യങ്ങളും. കണ്ടോ? അവിടെയാണ് അല്ലെ ബഹുവചന പ്രത്യയം ചേർക്കുമ്പോ ഇങ്ങനെ ഒരു മാറ്റമാണ് തുടക്കത്തിൽ വരുത്തേണ്ടത്. വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്ത വാക്കിലേക്ക് കടക്കാം. കണ്ടുപിടുത്തമാണോ ശരി? കണ്ടുപിടുത്തമാണോ ശരി? ഇൻവെൻഷൻ എന്ന വാക്കിന്റെ മലയാളം എന്താണ്? കണ്ടുപിടുത്തം എന്ന് മതി. കണ്ടുപിടിക്കുക എന്നല്ലേ നമ്മൾ പറയുന്നേ. അപ്പൊ സംശയിക്കേണ്ട, കണ്ടുപിടുത്തമാണ് ശരി, കണ്ടുപിടുത്തം തെറ്റായ പ്രയോഗമാണ്. അടുത്ത വാക്ക് നോക്കിക്കേ. കൈയക്ഷരം, കയ്യാമം, അതുപോലെ കൈയെഴുത്ത്. ഈ മൂന്ന് വാക്കുകളുടെയും പ്രത്യേകത എന്താണ്? അത് പിരിച്ചെഴുതി നോക്കുമ്പോൾ കാര്യം മനസ്സിലാകും. നമുക്കൊന്ന് പിരിച്ചെഴുതി നോക്കാം. ഈ മൂന്ന് വാക്കിന്റെയും ആദ്യത്തെ അക്ഷരം എന്താണ്? കൈ എന്നാണ്, അല്ലേ? ശരിയല്ലേ? കൈ അധികം അക്ഷരം, അല്ലെങ്കിൽ കൈ അധികം യാമം. ക്ഷമിക്കണം, കൈ അധികം ആമം, അല്ലെങ്കിൽ കൈ അധികം എഴുത്ത്. ഇങ്ങനെയാണ് വരുന്നത്, അല്ലെ? അപ്പൊ മൂന്ന് സാഹചര്യത്തിലും പൂർവപദം എന്താണ്? കൈ എന്നുള്ളതാണ് പൂർവപദം, അല്ലെ? അപ്പോ ചേർത്തെഴുതുമ്പോഴും എവിടെ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ? രണ്ടാമത്തെ വാക്കിൽ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. കയ്യാമം എന്നെഴുതുമ്പോ യകാരം അവിടെ ആഗമിക്കുകയാണ് ചെയ്യുന്നത്. കൈ അധികം ആമം, കൈ അധികം അക്ഷരം, യകാരം ആഗമിക്കുന്നു. കൈ അധികം എഴുത്ത്, കൈയെഴുത്ത്, യകാരം ആഗമിക്കുന്നു. അല്ലാതെ പൂർവപദത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഹാൻഡ് എന്നർത്ഥം വരുന്ന കൈ എന്ന വാക്ക് അങ്ങനെ തന്നെയാണ് മൂന്നിടത്തും നിലകൊള്ളുന്നത്. കിട്ടിയല്ലോ. അടുത്ത വാക്കിലേക്ക് കടക്കുന്നു. അടുത്ത വാക്കിന് വളരെ 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 പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഏറ്റവും അധികം PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എതിർലിംഗ പദത്തിലും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പദശുദ്ധിയിലും ചോദിച്ചിട്ടുണ്ട്, ഒറ്റപ്പദത്തിലും ചോദിച്ചിട്ടുണ്ട്. കവിത എഴുതുന്നവൾ എന്നുള്ളതിന്റെ ഒറ്റപ്പദം, അല്ലെങ്കിൽ കവി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം, അതുമല്ലെങ്കിൽ കവയിത്രി എന്ന വാക്ക് 4 തരത്തിൽ എഴുതി തന്നിട്ട് ഇതിലേതാണ് ശരിയായ പദം എന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വിട്ടുകളയരുത് കേട്ടോ. കവയിത്രി ആണ് കവിത എഴുതുന്നവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്ക്. ഓർത്തു വെക്കേണ്ട ഒരു എളുപ്പ വഴി, അവസാനത്തെ 2 അക്ഷരത്തിന് മാത്രമാണ് ഇകാരം അല്ലെങ്കിൽ വള്ളിയുള്ളത് കേട്ടോ. കവയത്രിയല്ല, കവിത്രിയല്ല, പിന്നെയോ ക വ യി ത്രി. എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ക വ യി ത്രി. അവസാനത്തെ 2 അക്ഷരത്തിന് മാത്രമാണ് ഇകാരം അല്ലെങ്കിൽ വള്ളിയുള്ളത്. മനസ്സിലായല്ലോ. അടുത്ത വാക്കിലേക്ക് കടക്കാം. വാക്ക് ഇതാണ്, കളയിപ്പിക്കുക.
അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തില്? ഇല്ല. കളയുക എന്നുള്ളത് കേവല ക്രിയയാണ്. അതിന്റെ പ്രയോജക ക്രിയ എന്താണ്? കളയിക്കുക എന്ന് മതി. ഇതുപോലെ തന്നെയാണ് കരയിപ്പിക്കുക. അങ്ങനെ ഒരു വാക്ക് മലയാളത്തിലില്ല. കരയുക എന്നുള്ളത് കേവല ക്രിയ, കരയിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രയോജക രൂപം. നിറയുക എന്നുള്ളത് കേവല ക്രിയയാണ്, നിറയിപ്പിക്കുക എന്നൊരു പ്രയോജക ക്രിയ ഇല്ല. പിന്നെയോ നിറയ്ക്കുക എന്ന് ചേർത്താൽ മതി. അപ്പൊ എല്ലായിടത്തും ഈ പകാരത്തിന്റെ ആവശ്യമില്ല. അത് ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചിരിക്കുക, അതിന്റെ പ്രയോജക ക്രിയ എന്താ? ചിരിപ്പിക്കുക എന്നാണ്. അവിടെ എന്തു വേണം? പകാരം വേണം എന്നുള്ളതാണ്. ഓർക്കുക, ഓർപ്പിക്കുക എന്ന് പ്രയോഗിക്കാം. ഓർമ്മിപ്പിക്കുക എന്ന് പ്രയോഗിക്കണ്ട. ഓർക്കുക, ഓർപ്പിക്കുക എന്ന് ചേർത്താൽ മതിയാകും. കണ്ടോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. പകാരം ചേർത്തില്ലെങ്കിലും അവിടെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ആലോചിച്ചിട്ട് വേണം ശരിയായ വാക്കിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട്. മനസ്സിലായല്ലോ? അടുത്ത വാക്ക് നോക്കാം. കാട്ടാളത്വം. കാട്ടാളത്വം നേരത്തെ പറഞ്ഞതുപോലെ കാട്ടാളനും അല്ലെ അടിമയെ പോലെ എന്തു തന്നെയാണ്? തനത് മലയാള പദമാണ്, അതുകൊണ്ട് ത്വം ചേർക്കരുത്. പിന്നെയോ തമ്മാണ് ചേർക്കേണ്ടത്. അപ്പൊ ഒരു സംശയം തോന്നാം, ഇത് എവിടെയാ ത്വം ചേർക്കേണ്ടത്? എല്ലായിടത്തും തം 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 എന്ന് തന്നെയാണല്ലോ പറയുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. മനുഷ്യത്വം, ഉത്തരവാദിത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ത്വം എന്ന ശബ്ദമാണ് പ്രയോഗിക്കേണ്ടത്. തനത് മലയാള പദമാണെങ്കിൽ അതിന്റെ ഒടുവിൽ എന്ത് ചേർത്താൽ മതി? തം ചേർത്താൽ മതിയാകും. അതുപോലെ കുടിശ്ശിക എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവസാനം ഖായിന്റെ ആവശ്യമില്ല, പക്ഷെ 2 ഷായിന്റെ ആവശ്യം ഉണ്ട്. കുട്ടി എന്ന് പറയുന്നതും തനത് മലയാള പദമാണ്, അതുകൊണ്ട് എന്തു വേണ്ട? ത്വം വേണ്ട. പിന്നെ എന്തു മതി? തം മതിയാകും. അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും തന്നെ തെറ്റിക്കാറുള്ളതാണ്. ആർട്ടിഫിഷ്യലിന്റെ മലയാളം എന്താണ്? കൃത്രിമം. അതാണ് ശരിയായ പ്രയോഗം. അല്ലാതെ കൃത്രിമം അല്ല, കൃത്രിമം. കണ്ടോ? എഴുതിയിരിക്കുന്നതിലെ വ്യത്യാസം ശ്രദ്ധിക്കുക. കൃത്രിമം. നമ്മൾ ഈ ശരിയായി ഉച്ചരിച്ചാൽ വാക്കുകൾ എഴുതുമ്പോൾ അതിൽ തെറ്റ് സംഭവിക്കില്ല. തെറ്റായി ഉച്ചരിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കൃ ആണോ ക്രി ആണോ എന്നൊക്കെയുള്ള സംശയം നമുക്ക് ഉണ്ടാകുന്നത്. ഇനി ഏതായാലും ഇത് തെറ്റിക്കരുത്. കൃത്രിമം ആണ് ശരിയായ പ്രയോഗം. അതുപോലെ ഗൂഢാലോചന എന്നെഴുതുമ്പോൾ എന്ത് വേണം? അകത്തേക്കുള്ള ചുറ്റിക്കെട്ടുള്ള ഢായാണ് വേണ്ടത്. ഘോഷമാണ് അവിടെ ഢായായിട്ട് വരേണ്ടത്, മൃദുവല്ല. ഇത് മൃദുവായ ഡകാരമാണ്, അതല്ല വേണ്ടത്. പിന്നെയോ ഘോഷം അല്ലെ, ഈ ഢായാണ് വേണ്ടത്. അതുപോലെ ചിലവ് അല്ല ശരി, ചെലവാണ് ശരിയായ പ്രയോഗം. നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ചിലവ് ചെയ്യരുത്, എനിക്ക് എന്ത് ചെയ്യണം? ചെലവ് ചെയ്യണം. കിട്ടിയല്ലോ, അർത്ഥം മനസ്സിലായല്ലോ. ചിലവല്ല ചെലവ്. അപ്പൊ ചീ വരുന്ന ചില ഉദാഹരണങ്ങളും കൂടെ നോക്കണ്ടേ നമുക്ക്? ചിലത് അല്ലെ, ചിലതാണോ ചെലതാണോ? ചെലത് എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. സംസാരത്തിൽ ചിലപ്പോൾ ചിലത് കയറി വരാറുണ്ട്, അത് തെറ്റാണ്. ശരിയായ പ്രയോഗം ഏതാണ്? ചിലത് ആണ് ശരിയായ പ്രയോഗം. ഓക്കെ. അതുപോലെ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു വാക്കാണ് ചുമപ്പ്, ചെമപ്പ്. ഏതാ ശരിയായ പ്രയോഗം? ചുമപ്പ് അല്ല കേട്ടോ, ചെമപ്പ് എന്ന പ്രയോഗമാണ് ശരി. ഇതാണ് ശരിയായ പ്രയോഗം. ചെമന്ന, ചെമപ്പ് അല്ലെ. ചെമപ്പ് നിറത്തിലുള്ള താമരയായത് കൊണ്ടാണ് അതിനെ എന്തു പറയുന്നത്? ചെന്താമര എന്ന് പറയുന്നത്. ചുമപ്പാണ് നിറമെങ്കിൽ ചുന്താമര എന്ന് പറഞ്ഞേനെ അല്ലെ. തകഴിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലിന്റെ പേര് ചുമ്മീൻ എന്നല്ല, ചെമപ്പ് നിറമുള്ള മീനായതുകൊണ്ട് ചെമ്മീൻ എന്നാണ് ആ നോവലിന്റെ പേര്. ചെങ്കോട്ടയാണ്, ചുങ്കോട്ടയല്ല അല്ലെ. ചെമ്പരത്തിയാണ്, ചുംബരത്തിയല്ല. ചെമ്മണ്ണാണ്, ചുമ്മണ്ണല്ല. അപ്പൊ നിറത്തിന്റെ പേരെന്താണ്? ചുമപ്പല്ല, ചുവപ്പല്ല, ചുമന്ന അല്ല, പിന്നെയോ ചെമപ്പ് അല്ലെങ്കിൽ ചെമന്ന എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ ഭിത്തി എന്നുള്ള അർത്ഥത്തിൽ, മതില് എന്നുള്ള അർത്ഥത്തിൽ ചുമര് എന്ന് പ്രയോഗിക്കാറുണ്ട്. തെറ്റാണ് കേട്ടോ, ചുവർ ചിത്രങ്ങളാണ് ശരി. അപ്പൊ ചുവര് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അതുപോലെ നോക്കിക്കേ, ചുമതലാബോധം. കണ്ടോ? വായനാദിനം എന്ന് പറയുന്നത് പോലെ അവിടെ ദീർഘിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ചുമതല ബോധം എന്ന് മതിയാകും. അവിടെയും ഈ പറയുന്ന ദീർഘത്തിന്റെ ആവശ്യം ഇല്ല.
നേരത്തെ പറഞ്ഞിരുന്നു കേവല ക്രിയയെ പ്രയോജക ക്രിയയാക്കാനായിട്ട്, അല്ലെ? ചെയ്യുക എന്നുള്ളത് കേവല ക്രിയയാണെങ്കിൽ അതിന്റെ പ്രയോജക രൂപമാക്കാനായിട്ട് പകാരത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് സ്വയം തോന്നി ചെയ്തു, അതുകൊണ്ട് ചെയ്യുക. വേറെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിക്കലാണ്, ചെയ്യിപ്പിക്കലല്ല. പറയുക, പറയിപ്പിക്കുക എന്ന് വേണ്ട. പറയുക എന്നുള്ളത് കേവല ക്രിയയാണെങ്കിൽ അതിന്റെ പ്രയോജക രൂപം എന്താണ്? പറയിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രയോജക രൂപം. പറയിപ്പിക്കുക എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. കിട്ടിയല്ലോ. അതുപോലെ ഡെഡ് ബോഡി എന്നർത്ഥം വരുന്ന വാക്ക്, അല്ലെ? ജഡം അല്ല, ജഡം ആണ്, അല്ലെ? മൃദുവായ ഡായാണ് അവിടെ ചേരേണ്ടത്, ജഡം ആണ്. പിന്നെ ജോഡി എന്ന് എഴുതുമ്പോഴോ, ജോഡി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരേണ്ടത്. പലയിടത്തും ഈ സാ തിരിച്ചിട്ടിട്ടുള്ള ഡാ കാണുന്നു, അത് തെറ്റ്. ജോഡി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ മതിയാകും. പിന്നെ ഇത് വരുന്നത് എപ്പോഴാ? ജഡായു, അല്ലെ? ജഡായു എന്ന് എഴുതുമ്പോൾ ഈ ടായാണ് വരുന്നത്. കണ്ടോ? ജഡായു എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അടുത്തത് ജന്മിത്വം, ജന്മിത്തം. ഏതാ ശരി? ജന്മിത്വം അല്ല, ജന്മിയുടെ അവസ്ഥ എന്താണ്? ജന്മിത്തം ആണ്. അതുപോലെ തീയതി, തീയേതി എന്നൊക്കെ പലയിടത്തും എഴുതി കാണാറുണ്ട്. ഡേറ്റ് എന്ന വാക്കിന്റെ മലയാളം എന്താണ്? തീയതിയാണ് ശരിയായ പ്രയോഗം. തെറ്റിക്കരുത്. ഒരുപാട് പരീക്ഷകളിൽ അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ജോലിയെ സംബന്ധിച്ചാണെങ്കിലും, അല്ലെ, നമ്മളൊരു കത്തൊക്കെ എഴുതേണ്ടി വരുമ്പോൾ തീയതി എന്ന വാക്കാണ് എഴുതേണ്ടി വരിക. അപ്പോ പരീക്ഷയ്ക്ക് അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീയതി, തീയേതി എന്നൊക്കെ എഴുതി കാണും. തെറ്റിക്കരുത്. തീയതിയാണ് ശരിയായ പ്രയോഗം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. തിരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പ്. ഞാൻ PSCക്ക് പഠിപ്പിക്കുന്ന കാലം മുതൽ എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കുന്ന ഒരു വാക്കാണ്. തിരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ ശരി? ഇതിൽ ഒന്ന് തെറ്റ്, മറ്റേത് ശരി എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം ശ്രീകണ്ഠേശ്വരം പത്മനാഭ പിള്ളയുടെ ശബ്ദധാരാവലി എന്ന നിഘണ്ടുവാണ് ഇന്ന് മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ നിഘണ്ടുവായിട്ട് പരിഗണിക്കുന്നത്. അതിൽ തിരഞ്ഞെടുപ്പ് എന്ന വാക്കിനെയും തെരഞ്ഞെടുപ്പ് എന്ന വാക്കിനെയും അംഗീകരിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ PSC പരീക്ഷയിൽ ചോദ്യമായിട്ട് വന്നപ്പോൾ ഓപ്ഷനിൽ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നു. ഉത്തര സൂചികയിൽ എന്താണ് കൊടുത്തിരുന്നത്? തിരഞ്ഞെടുപ്പാണ് കൊടുത്തിരുന്നത്. കേട്ടോ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, മറ്റേത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെയോ PSC ആൻസർ കീയിൽ തിരഞ്ഞെടുപ്പാണ് കൊടുത്തിരുന്നത്. രണ്ടിനും അർത്ഥമുണ്ട്, രണ്ടും ശരിയായ വാക്കുകളുമാണ്. പക്ഷെ PSC പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഏതിനെ പരിഗണിക്കണം? തിരഞ്ഞെടുപ്പിനെ പരിഗണിക്കണം. കിട്ടിയല്ലോ. അതുപോലെ തന്നെയാണ് ഉത്തരവാദിത്വം. ഇത്രയും നാള് പരീക്ഷയില് ഉത്തരവാദിത്തം എന്നതായിരുന്നു ശരിയായ പ്രയോഗമായിട്ട് പരിഗണിച്ചിരുന്നത്. പക്ഷേ അത് സംസ്കൃത പദമാണ്, സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. ആയതിനാൽ അതിന്റെ ഒടുവിൽ തമ്മല്ല ത്വമാണ് ചേരേണ്ടത് എന്ന് സമീപകാലത്ത് അംഗീകരിക്കുകയും 2024 മുതൽ PSC ആൻസർ കീയിൽ ഒരു മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവാദിത്തം അവിടെ തെറ്റാണ്, ഉത്തരവാദിത്വം ആണ് ശരിയായ പ്രയോഗം. ഞാനിവിടെ എഴുതി കാണിക്കാം. ഉത്തരവാദിത്വം ഇതാണ് ശരിയായ പ്രയോഗമായിട്ട് പരിഗണിക്കുന്നത്. രണ്ടുതായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു തായാണെങ്കിലും മതി. ഉത്തരവാദിത്വം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഉത്തരവാദിത്വം. ഇനി എഴുതുമ്പോൾ തെറ്റിക്കരുത്, പരീക്ഷയ്ക്ക് ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത വാക്ക് നോക്കിക്കേ. ദിവസേന എന്ന് എഴുതുമ്പോൾ രണ്ട് സായുടെ ആവശ്യമില്ല. ദേവസേന എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ദിവസേന, അവിടെ ഒരു സ മതിയാകും. അടുത്ത വാക്ക് നോക്കിക്കേ. ദൈന്യത. അങ്ങനെ ഒരു വാക്കില്ല. ദീനന്റെ അവസ്ഥ എന്താണ്? ദൈന്യമാണ് കേട്ടോ. ദൈന്യത എന്നൊരു വാക്ക് ഇല്ല. ദൈന്യം എന്ന് ചേർത്താൽ മതിയാകും. ഇതുപോലെ നേരത്തെ ഒരു വാക്ക് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഏതായിരുന്നു ആ വാക്ക്? ഓർക്കുന്നുണ്ടോ? താ ചേർക്കേണ്ടതില്ല എന്നൊരു വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? അവധാനത അല്ലെ? അവധാനത എന്ന് പ്രയോഗിക്കേണ്ട അവധാനം എന്ന് പ്രയോഗിച്ചാൽ മതി എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ ദീനന്റെ അവസ്ഥ എന്താണ്? ദൈന്യമാണ്, അല്ലാതെ ദൈന്യത എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. ഒരിക്കൽ പരീക്ഷയ്ക്കത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത വാക്ക് നോക്കിക്കേ. ദ്വിഭാര്യാത്വം. രണ്ട് ഭാര്യ ഉണ്ടായിരിക്കുന്ന അവസ്ഥ, അതിനെന്താ പറയുന്നേ? ദ്വിഭാര്യത്വം എന്ന് മതിയാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘത്തിന്റെ ആവശ്യം ഇല്ല.
ദ്വിഭാര്യത്വം ആണ് ശരിയായ പ്രയോഗം. അടുത്തത് നോക്കിക്കേ, നേരത്തെ ആവൃത്തിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിവർത്തി എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. നിവൃത്തി എന്നുള്ളത് ശരിയായ രൂപമാണ്, അത് നാമരൂപമാണ്. അതിന്റെ ക്രിയാരൂപം എന്താണ്? നിവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിവർത്തിക്കുക എന്നുള്ളത് തെറ്റ്, നിവർത്തിക്കുക എന്നുള്ളത് ശരി. അപ്പൊ ഇതേ മാതൃകയിലാണ് 3 വാക്കുകൾ വരുന്നത്. ഏതാ? ആവൃത്തി ശരിയാണ്, ആവർത്തിക്കുക ശരിയാണ്, നിവൃത്തി ശരിയാണ്, നിവർത്തിക്കുക ശരിയാണ്, പ്രവൃത്തി ശരിയാണ്, പ്രവർത്തിക്കുക ആണ് ശരിയായ പ്രയോഗം. ക്രിയാരൂപത്തിലേക്ക് ആക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം സംഭവിക്കുന്നത്. കിട്ടിയല്ലോ. ഇനിയും ഒരുപാട് വാക്കുകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇത്രയും വാക്കുകളെ പരിഗണിച്ചതിന് ശേഷം മാത്രം തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ കേൾക്കുക. പദശുദ്ധിയുടെ ക്ലാസ് അവസാനിക്കുന്നില്ല, ഇതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകും. നല്ലതുപോലെ പഠിക്കണം. മലയാളത്തിലുള്ള എല്ലാ വാക്കുകളെയൊന്നും ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ വാക്കുകളെ മാത്രമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും നമുക്ക് വിട്ടുകളയാനില്ല, എല്ലാം പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുക. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.